കെട്ടിച്ചുട്ടതിന് ശേഷം എന്ത് ഇഷ്യൂ ഉണ്ടായാലും അത് സഹിക്ക് പ്ലസ് ഒരു കുഞ്ഞും കൂടെ വരുന്ന സമയത്ത് ശരിയാവും, കുഞ്ഞും കൂടെ ഉണ്ടല്ലോ. എന്റെ അമ്മനെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിടിച്ചു നിന്നത്. ഇപ്പൊ എല്ലാരും പറയും എന്തുകൊണ്ട് നീ ഇത് അപ്പ പറഞ്ഞില്ല. ഞാൻ അപ്പന്റെ മാനസികാവസ്ഥ ഇതുപോലെ എനിക്ക് വെട്ടി തുറന്നടിച്ച് പറയാൻ പറ്റില്ല. ഞാൻ എന്താ വിചാരിക്കുന്നത്, എന്റെ അമ്മേനെ പറഞ്ഞത് വിഷമിപ്പിക്കണ്ട. വീട്ടിൽ വന്നു, ഡെലിവറി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്റെ കൊണ്ട് കേസൊക്കെ കൊടുത്തു, 90 ദിവസമായിട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് തൊടുപുഴയിലെ സ്റ്റേഷന് അവിടെ കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ മേഡത്തിന്റെ അടുത്ത് വന്ന് കേസ് കൊടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞ്. അപ്പൊ മേഡം പറഞ്ഞു, ഇവിടെ വരുന്ന ഓരോ പെൺപിള്ളേരുടെ അടുത്ത് ഞാൻ പറയുന്നത് അവര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഈ കൊച്ചു പറഞ്ഞത് മേഡം എനിക്ക് പഠിക്കണം, ഇല്ലെങ്കിൽ ജോലിക്ക് പോകണം. ആ കൊച്ചിന് വീട്ടിൽ നിൽക്കട്ടെ, വേറെ എവിടെയല്ലോ. ആ കൊച്ചിന് വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ മേഡം പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞിനെ അങ്ങോട്ട് പോകരുത്, അവർക്ക് പണമാണോ വേണ്ടത്, അവർക്ക് പണമാണോ വേണ്ടത്, നിന്റെ അടുത്ത് ഒരു സ്നേഹമോ കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഒരു പോലീസുകാർ തന്നെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ഭ്രാന്താന്നൊക്കെ അവര് പറഞ്ഞു. എന്താ പറയുക, എനിക്ക് മെന്റലാന്നൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടോ.